Good afternoon. Good afternoon. കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മളെ കണ്ടിട്ട്. ഏതാണ് എവിടെ വരെ പഠിച്ചതെന്നൊക്കെ ഓർക്കുന്നുണ്ടോ? അയച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നമ്മള്? ക്രൂയിങ് വരെ അല്ലേ എടുത്തത്? ക്രൂയിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ അല്ലെ? ഓക്കെ, ലാസ്റ്റ് ഈ ഒരു പോർഷനും കൂടെ ഉള്ളൂ, ചാപ്റ്റർ നമ്മുടെ കഴിയും. ഇവിടെ ക്രൂയിങ് ആണ്. നമ്മള് ക്രൂയിങ് പറഞ്ഞു. പല ഈ ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവരെ കുറിച്ചാണ് പറയുന്നത് ക്രൂയിങ്ങില്. ക്രൂസ് എന്ന് പറഞ്ഞ ജോലിക്കാര്. അപ്പൊ ആംബുലൻസിൽ പല ടൈപ്പ് ഓഫ് ആംബുലൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ലെവൽ ഓഫ് കെയർ വെച്ചിട്ടും ആംബുലൻസിന്റെ ഫംഗ്ഷൻ അനുസരിച്ചും ഒക്കെ ഫംഗ്ഷണൽ ടൈപ്പും പല ആംബുലൻസുകളുണ്ട്. അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ പല ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. ഡിഫറെന്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. അപ്പൊ അതിനകത്ത് ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതിൽ ഓരോന്നും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റ് സീനിന് നമ്മള് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ആദ്യം അവിടെ സംഭവ സ്ഥലത്ത് എത്തിച്ചേരുന്ന വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അതിന്റെ ജോലി എന്താ? ജോബ് ഈസ് ടു ഗീവ് എർലി ക്രിട്ടിക്കൽ കെയർ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, എർലി ക്രിട്ടിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ആ ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ഡ്യൂട്ടി. ഒരു ആക്സിഡന്റ് പറ്റി, ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കാൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ജോബ് ഈസ് ടു ഗീവ് എർലി ക്രിട്ടിക്കൽ കെയർ. such as cardio pulmonary resuscitation, CPR ഒക്കെ കൊടുക്കാൻ, or applying an automated external defibrillator. അപ്പൊ CPR കേട്ടിട്ടുണ്ടല്ലോ. CPR കൊടുക്കാന്ന് വെച്ചാൽ ഈ കാർഡിയോ അറസ്റ്റ് ഒക്കെ വരുമ്പോൾ, അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ CPR കൊടുക്കും അല്ലെ? അപ്പൊ അവർക്കപ്പൊ ഓക്സിജൻ സപ്ലൈ ഇതാവും. അങ്ങനെ അപ്പൊ CPR കൊടുക്കാൻ ട്രെയിനിങ് കിട്ടിയവര്. ഇനി CPR കൊടുത്തിട്ടും നമുക്ക് നോർമൽ ആയില്ല, ബ്രീത്തിങ് ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ കൊടുക്കുന്നതാണ് ഡിഫ്രിബിലേറ്റർ, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ, AED എന്ന് പറയും. AED. അപ്പം തന്നെ CPR കൊടുത്തിട്ടും ഒരാൾക്ക് അത് ഒരു റെസ്പോണ്ട് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുന്നതാണ് ഡിഫ്രിബിലേറ്റർ. അതെന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങനെ പിടിക്കുന്ന ഒരു സാധനം പോലത്തെ ഇങ്ങനെ ചെസ്റ്റിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് ഒരു ചെറുക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ഈ നമുക്ക് ഇത് നോർമൽ ആവുന്ന ആ ഒരു ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെറുക്ക് പോലെ ഇങ്ങനെ വരും. അങ്ങനെ അതൊക്കെ അപ്പൊ ഈ ഡിഫ്രിബിലേറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അറിയാവുന്ന ഒരാളായിരിക്കണം. രണ്ട് കാര്യം, ഇലക്ട്രിക് ഷോക്ക് പോലെ പെട്ടെന്ന് ഒരു ചെക്ക് പോലെ ഇങ്ങനെ നമുക്ക് ആ ഒരു നോർമൽ ഇതിലേക്ക് വരും. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ ഈ കാർഡിയക് അറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെല്ലുന്ന ആൾക്ക് CPR ഒക്കെ കൊടുക്കാൻ അറിയണം. അതിനുശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയ ഒരാളായിരിക്കണം. അതായത് CPR കൊടുക്കാൻ. ഈ CPR കൊടുത്തിട്ടും ഒരു റെസ്പോണ്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ, AED എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അറിയാവുന്ന ഒരാളായിരിക്കണം. ഫസ്റ്റ് റെസ്പോണ്ടർ മേ ബി സെന്റ് ബൈ ദ ആംബുലൻസ് സർവീസ്. ആംബുലൻസ് സർവീസിനോട് ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഫസ്റ്റ് റെസ്പോണ്ടറും കൂടെ ഉണ്ടാവും. മേ ബി പാസേഴ്സ് ബൈ ഓർ മേ ബി ഡിസ്പാച്ച്ഡ് ടു ആൻ സീൻ ഫ്രം അതർ ഏജൻസീസ് സച്ച് ആസ് ദ പോലീസ് ഓർ
ഫയർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതൊക്കെ പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മെഡിക്കൽ ടീം ഒക്കെ വന്ന് ഈ ഇത് കൊടുക്കാം. പല സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഹാർട്ടിന്റെ പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ട്രെയിനിങ് കിട്ടിയ ആളുകളൊക്കെ വന്ന് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ അങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസിയൊക്കെ ഇത് നടപ്പിലാക്കാന്നാ പറയുന്നത്. ഏജൻസികളിൽ നിന്നൊക്കെ സംഭവ സ്ഥലത്തേക്ക് ഈ ഫസ്റ്റ് റെസ്പോണ്ടറിനെ അയച്ചേക്കാം. പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് പോലുള്ള മറ്റുള്ള ഏജൻസികളിൽ നിന്നൊക്കെ ഈ ഫസ്റ്റ് റെസ്പോണ്ടറിനെ സംഭവ സ്ഥലത്തേക്ക് അയച്ചേക്കാം. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു സീനിൽ ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിവുള്ളതായിരിക്കണം. അതായത് CPR, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം. ഓക്കെ, നമുക്ക് അപ്പൊ ആംബുലൻസ് സർവീസ് വഴി നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടറെ ആ സൈഡിലേക്ക് എത്തിക്കാൻ പറ്റും. പോലീസോ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് പോലുള്ള മറ്റുള്ള ഏജൻസികളിൽ നിന്നും ഒക്കെ ഈ ഫസ്റ്റ് റെസ്പോണ്ടറെ ഈ സംഭവ സ്ഥലത്തേക്ക് അയച്ചേക്കാം. ഇനി രണ്ടാമത്തെയാണ് ആംബുലൻസ് ഡ്രൈവർ. ഓക്കെ, സം സർവീസ് എംപ്ലോയ് സ്റ്റാഫ് വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ. ഇവരുന്ന ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണമെന്നൊന്നുമില്ല. സാധാ ആംബുലൻസിന്റെ കാര്യമായിട്ട് പറയുന്നത് ആംബുലൻസ് ഡ്രൈവർ. അപ്പൊ അവർക്ക് ആകെ എന്താ, ഡ്രൈവിംഗ് അറിയണം എന്നുള്ളതല്ലാതെ വേറെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഓർ ജസ്റ്റ് ബേസിക് ഫസ്റ്റ് ട്രെയിനിങ്. വർക്ക് ഈസ് ടു സിംപ്ലി ഡ്രൈവ് ദ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് അവർക്കുടെ ഒരു ജോലി. ആംബുലൻസ് ഡ്രൈവേഴ്സ് മേ ഓൾസോ ഹാവ് എ ട്രെയിനിങ് ഇൻ using the radio and knowing where the medical supply are stored in the ambulance. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്താ പറയാ, ഈ ആംബുലൻസ് ഡ്രൈവറിന് എന്താണ് ഡ്രൈവിംഗ് അറിയണം, ആംബുലൻസ് ഓടിക്കാനായിട്ട് അറിയണം എന്ന് പറഞ്ഞു. പിന്നെ ചില ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ടാവും. ഈ നമ്മള് ഈ ഇത് പറഞ്ഞില്ല, 2-way റേഡിയോ എന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടി. അപ്പൊ അത് ഹോസ്പിറ്റലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള 2-way റേഡിയോ പോലുള്ള ഇതൊക്കെ അതിനൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ അവർക്കിടയ്ക്ക് ഇത് വരുന്നത് മെഡിസിൻസ്, ആംബുലൻസിലൊക്കെ മെഡിസിൻസ് ഒക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കണ്ടേന്നോ കൊടുക്കണ്ടേന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. മെഡിക്കൽ സപ്ലൈസ് എവിടെയാണ് ആംബുലൻസിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം അയാള് അറിഞ്ഞിരിക്കണം. ഇത്ര മതി ആംബുലൻസ് ഡ്രൈവറിന്റെ. ഓക്കെ, സിംപ്ലി അദ്ദേഹത്തിന്റെ ജോലി എന്താ, വർക്ക് ഈസ് ടു സിംപ്ലി ഡ്രൈവ് ദ വെഹിക്കിള് ഡ്രൈവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ 2-way റേഡിയോ പോലുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ മെഡിസിൻസ് ഒക്കെ ആംബുലൻസിൽ എവിടെയാണ് മെഡിസിൻസ് വെച്ചിരിക്കുന്നത്, മെഡിസിൻ സപ്ലൈസ് ഒക്കെ എവിടെയാന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഇങ്ങനെ ഡിഗ്രി വേണമെന്നോ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നത് ഏതാ, നോൺ എമർജൻസി അറ്റൻഡന്റ്. This role has the different level of training across the world, but these staff are commonly only needed to carry out the patient transport duties, which can include stretcher or wheelchair cases rather than acute care. അക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് നിശ്ചിതമായ ഒരു പ്രത്യേക പരിചരണത്തിന് പുറമെ അവർക്ക് എന്ത് ചെയ്താൽ മതി, നോൺ എമർജൻസി അറ്റൻഡൻസിന് ഒരു എന്താ ഈ നമ്മളിങ്ങനെ സ്ട്രക്ചർ, വീൽ ചെയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആംബുലൻസിലേക്ക് കണക്ട് ചെയ്യുക, അതിൽ നിന്ന് പേഷ്യൻസിനെ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് അത് നടപ്പിലാക്കുക, അതാണ് പ്രത്യേക എമർജൻസി ഇതിന്റെ ഒന്നുമല്ല, സാധാ രീതിയിൽ ഉള്ള എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടീസ് അറിഞ്ഞിരിക്കണമെന്നേ പറയുന്നുള്ളൂ. അത് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പേഷ്യൻസിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്, പേഷ്യന്റിനെ എങ്ങനെ മൂവ് ചെയ്യിക്കണം, എങ്ങനെ അതിലേക്ക് കയറ്റണം, അത് സ്ട്രക്ചർ, വീൽ ചെയർ എന്നൊക്കെ എങ്ങനെ ഇറക്കണം, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഷ്യന്റിനെ എങ്ങനെ മൂവ് ചെയ്യിക്കണം, പുറത്തേക്ക് എങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ ചെറിയൊരു എമർജൻസി വന്നാല്
അവർക്ക് ഒന്ന് യൂസ് ചെയ്യാൻ ഉള്ള ഒരു ഇതും കൂടി വേണം. ഓക്കെ, this role has the different level of training across the world, but these staffs are commonly only needed to carry out the patient transport duties. അതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഡ്യൂട്ടി എന്താ? need to carry out patient transport duties rather than acute care. Acute care ഒന്നും വേണ്ട, patient transport duties മാത്രം മതി. Depending on provider, they may be instructed in first aid or extended skills such as the use of an AED, oxygen, നമ്മൾ ആദ്യം പറഞ്ഞു automated external defibrillator, oxygen therapy and other life saving or palliative skills. ഇങ്ങനെ വിപുലമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് വേണമെങ്കിലുള്ള ചില ഇങ്ങനെ വേണമെങ്കിൽ മാത്രം അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഫസ്റ്റ് എയ്ഡ് ഓർ എക്സ്റ്റേണൽ സ്കിൽസ് സച്ച് ആസ് ആൻ AED, ഓക്സിജൻ തെറാപ്പി ആൻഡ് അതർ ലൈഫ് സേവിംഗ് ഓർ പാലിയേറ്റീവ് സ്കിൽസ്, ഇങ്ങനെയുള്ള പോലുള്ള വിപുലമായിട്ടുള്ള വൈവിധ്യങ്ങളിൽ അവർക്ക് അത് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കാം. They may give a emergency cover when other units are not obtainable or when accompanied by a fully qualified technician or paramedics. അപ്പൊ മറ്റു യൂണിറ്റില് ഇത് ലഭ്യമല്ലാത്തപ്പോൾ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ ഒക്കെ പ്രസൻസില്, സാന്നിധ്യത്തില് അവര് അല്ലെങ്കിൽ ഒപ്പം ഉണ്ടാകുമ്പോൾ അവർക്ക് ചെറിയൊരു എമർജൻസി കവർ നൽകാം. അല്ലാതെ അവരുടെ സന്തോഷത്തിലൊന്നും അങ്ങനെ അത്ര റിസ്കിലൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ ഒക്കെ സാന്നിധ്യത്തില് അവർക്ക് ഒരു എമർജൻസി കവർ നൽകാം. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് നമ്മളെ നോൺ എമർജൻസി അറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവർക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടീസ് മാത്രമേ അവർക്ക് വരുന്നുള്ളൂ. ഒരു പേഷ്യന്റിനെ എങ്ങനെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റണം, സ്ട്രക്ചറിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വീൽ ചെയറിൽ നിന്ന് പേഷ്യൻസിനെ എങ്ങനെ കയറ്റണം, പുറത്തേക്ക് എങ്ങനെ ഇറക്കണം, അല്ലെങ്കിൽ എങ്ങനെ പേഷ്യന്റിനെ എങ്ങനെ മൂവ് ചെയ്യിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാവും അവർക്ക്. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നവരനുസരിച്ച് നമുക്ക് ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ ചില സ്കില്ലുകൾ അതിനകത്താണ് AED, ഓക്സിജൻ തെറാപ്പി, ലൈഫ് സേവിംഗ്, പാലിയേറ്റീവ് സ്കില്ല്, ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള കാര്യങ്ങളില് വൈവിധ്യങ്ങളില് അവർക്ക് ഒരു അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിർദ്ദേശം അവർക്ക് കൊടുക്കാം. നിർദ്ദേശം അതൊന്ന് ഹാൻഡിൽ ചെയ്യാനും അറിയണം. പക്ഷെ അത് അവരുടെ റിസ്കിൽ ചെയ്യാൻ പാടില്ല. ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ ഒക്കെ സാന്നിധ്യത്തില് അവർക്ക് ഇത് മറ്റു യൂണിറ്റില് ലഭ്യമല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റും. അവരുടെ പ്രസൻസിൽ ഒരു ഇത് കൊടുക്കാം, എമർജൻസി കവർ നൽകാം. അതാണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ. Frontline ambulance driver who arrive at an occurrence in both the emergency and non-emergency situation. Emergency വന്നാലും അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള അസിസ്റ്റന്റുകളെയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എമർജൻസി ആയാലും ശരി അല്ലെങ്കിലും ശരി, രണ്ട് സിറ്റുവേഷൻസിലും ഒക്കെ ഒന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അസിസ്റ്റന്റുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. Their job is to help the technician or paramedics. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, അവർക്കുടെ ജോലി എന്താ? Their job is to help the technician or paramedics. ടെക്നീഷ്യനെയോ പാരാമെഡിക്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ് അവർക്കുടെ ഡ്യൂട്ടി. Okay, they are paramedics. They are working with the carry out their duties such as making up medication, setting up fluid or doing simple observation. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ, എമർജൻസി ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷനിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള അസിസ്റ്റന്റുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എമർജൻസി കെയർ അസിസ്റ്റന്റ്. ഇനി അവരുടെ ഡ്യൂട്ടി എന്താ പറഞ്ഞത്? അവരെന്താ ചെയ്യുന്നത്? ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. they are working with the carry out their duty. അപ്പൊ ടെക്നീഷ്യനോ പാരാമെഡിക്സോ ഒക്കെ അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ അതില് അവരെ ഒന്ന് സഹായിക്കുക. അതേതൊക്കെയാ?
സച്ച് ആസ് മേക്കിംഗ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകൾ ഒക്കെ ഉണ്ടാക്കുന്നു, പിന്നെ സെറ്റ് ഫ്ലൂയിഡ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നു, ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ, അത് അടിസ്ഥാന നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ടെക്നീഷ്യനെയോ പാരാമെഡിക്സിനെയോ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയിൽ വരുന്നുള്ളൂ. നെക്സ്റ്റ് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ടെക്നീഷ്യൻസ് ആർ generally able to do a wide range of emergency care skills such as defibrillation, spinal immobilization, bleeding control, splinting of suspected fracture, helping the patient with some medication and oxygen therapy. ഓക്കെ, എമർജൻസി കെയർ മെഡിക്കൽ ടെക്നീഷ്യൻസ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എമർജൻസി വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇതാണ് എമർജൻസി വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. എമർജൻസി വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, എമർജൻസി വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അത് ഏതൊക്കെയാന്ന് നോക്കിയേ, എമർജൻസി കെയർ സ്കിൽസുകൾ നോക്കിയേ. ഡിഫിബ്രിലേഷൻ, പിന്നെ അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ CPR കൊടുത്തിട്ടും അത് ഒരു പേഷ്യൻസിന് ഒരു റെസ്പോണ്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുന്നതാണ് ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പൈനൽ ഇമ്മൊബൈലൈസേഷൻ, നട്ടെല്ല് നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സ്പൈനിലൊക്കെ എന്തെങ്കിലും ഇത് വന്നിട്ട് നമ്മുടെ നട്ടെല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ എടുത്തൊന്നും കൊണ്ടുവന്ന് അങ്ങനെ എടുക്കാനോ എനിപ്പിക്കാനോ ഒന്നും പാടില്ല. അപ്പൊ അങ്ങനെ നട്ടെല്ല് നിശ്ചലമാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് സ്പൈനൽ ഇമ്മൊബൈലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നട്ടെല്ലിന്റെ ആ മൂവ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ, അതിന്റെ ഇത് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്ത ബ്ലീഡിങ് കൺട്രോൾ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള അതിനു വേണ്ടിയുള്ള സ്കിൽ ഉണ്ടായിരിക്കും. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്കില്ലുകളാണ്. അതുപോലെ തന്നെ സ്പ്ലിന്റിങ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്, സംശയാസ്പദമായിട്ടുള്ള ഒടിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിങ്ങനെ നമ്മൾ പിന്നെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈയൊന്നും അനക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അത്രയും സേഫ്റ്റി ആയിട്ട് വേണം അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. അപ്പൊ അവിടെ ഇങ്ങനെ കൈയൊക്കെ അനക്കാത്ത രീതിയിൽ വലിച്ചു കെട്ടുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. Splinting of suspected fractures, helping the patient with some medication and oxygen therapy. Medications, മരുന്നുകൾ നൽകുന്നതിനും ഓക്സിജൻ തെറാപ്പി, ഇതിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. Certain countries split this term into 2 levels. ചില രാജ്യങ്ങളിൽ നമ്മൾ ഇതിനെ 2 ലെവലിലായിട്ട് തിരിച്ചിട്ടുണ്ട്. Such as in US, where there are emergency medical technician basic, emergency medical technician basic and emergency medical technician intermediate. അത് T തന്നെയാണ് കേട്ടോ, EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇന്റർമീഡിയറ്റ്സ് എന്നും ഈ ചില കൺട്രീസിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ എമർജൻസി കെയർ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. അത് ഏതൊക്കെയാ? ഡിഫിബ്രിലേഷൻ, സ്പൈനൽ ഇമ്മൊബൈലൈസേഷൻ, ബ്ലീഡിംഗ് കൺട്രോൾ, സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ, ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻ ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. ചില രാജ്യങ്ങളിൽ ഇതിന് 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ബേസിക് എന്നും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇന്റർമീഡിയറ്റ് എന്നും 2 ലെവലിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി 6ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേർഡ് നേഴ്സ് ആണ്. അറിയാലോ, നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്തു കൊണ്ടുപോകുന്ന കേസുകളില്ലേ, സർട്ടൻ കേസസ്, ചില ശ്രദ്ധ കൊടുത്ത ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടുകളിൽ നല്ല ശ്രദ്ധ കൊടുത്ത് കൊണ്ടുപോകുന്ന കേസുകളിൽ നമ്മൾ ഒരു രജിസ്ട്രേർഡ് നേഴ്സ് എന്തായാലും വേണം. ആംബുലൻസിൽ ആ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രജിസ്ട്രേർഡ് ആയിട്ടുള്ള നേഴ്സ് വേണം. ഇതെന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ്.
ഡോക്ടറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നതാണ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത്. ഡോക്ടറിനെ പോലെ തന്നെ ഡോക്ടറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നതാണ്. അപ്പോ അത്രയും കെയർ കൊടുത്തു പോകേണ്ട കേസുകളിൽ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആംബുലൻസിൽ വേണം. കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരുന്ന കേസുകളിൽ നേഴ്സിന്റെ സർവീസ് നമുക്ക് ആവശ്യമായിട്ട് വരാം. ഇപ്പൊ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകില്ലേ, അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കുന്ന കേസുകളിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. അത് ഡോക്ടറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നവരാണ് ഇവര് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത്. ഇൻ സർട്ടൻ സിസ്റ്റംസ് nurses are the principal providers of advanced level care on ambulance, usually in the place of paramedics. Paramedics in the പ്ലേസിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. ഇപ്പൊ സാധാരണ നമ്മള് ചില കേസുകളിലൊക്കെ നമ്മുടെ പാരാമെഡിക്സ്, അപ്പൊ ഈ ഇവിടെ സാധാരണയായിട്ട് പാരാമെഡിക്സിന്റെ സ്ഥാനത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണ്ടി വരാം. ഇത് ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടിലാണ് അങ്ങനെ ഈ നേഴ്സിന്റെ സർവീസ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ പാരാമെഡിക്സ് ആണ്. ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആൻഡ് ഓഫൺ comprises of key skills not allowable for technician. Okay, this is a high level of medical training. നല്ല മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള എമർജൻസി ഈ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കേസുകളിലാണ് ഈ പാരാമെഡിക്സ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഡോക്ടറിനെ നേഴ്സിനെ ഒക്കെ അവരുടെ വർക്കില് ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഡോക്ടറിനെ നേഴ്സിന്റെ ഒക്കെ അവരുടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു നല്ല ഹൈ ലെവൽ മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ്. And often comprises of key skills not allowable for technician. ഈ ടെക്നീഷ്യൻസിനൊക്കെ അനുവദനീയമല്ലാത്ത സാഹചര്യത്തില് ഈ ഇങ്ങനെയുള്ള മെഡിക്കൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണ്. such as അവിടെ നോക്കിയ കാനുലേഷൻ, CANNULATION. അപ്പൊ ഇതിന്റെ കാനുലേഷൻ ചെയ്യാനൊക്കെ അറിവുള്ള ഒരാളായിരിക്കും. കാനുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി വെയിനിലേക്ക് കുത്തൂല്ലേ, നമ്മൾ ഇഞ്ചക്ഷൻ ഇപ്പൊ നമ്മൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു, അപ്പൊ 2 നേരം ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വന്ന് സൂചി നമ്മൾ ഇഞ്ചക്ഷൻ അങ്ങനെ ചെയ്യണ്ട. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യും, ഫസ്റ്റ് ടൈം അവര് വെയിൻ കണ്ടുപിടിച്ച് നമ്മൾ ആ വെയിനിലേക്ക് ഒരു ഇത് ഇഞ്ചക്ട് ചെയ്ത് വെക്കൂലേ, IV കാനുലാസ്, അപ്പൊ ഇൻട്രാവീനസ് കാനുലാസ്. അപ്പൊ ഇങ്ങനെയുള്ള ആ കാനുലേഷൻ ചെയ്യാൻ, അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ച് ഈ ഒരു പേഷ്യന്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാനുലേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ചില നേഴ്സ് കുത്തിവെക്കുമ്പോൾ നമ്മൾ പറയില്ലേ വേദന എടുക്കുന്ന, ചിലര് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ല, വളരെ ഇതായിരിക്കും. പിന്നെ ചിലര് 2-3 പ്രാവശ്യമൊക്കെ നോക്കി കഴിഞ്ഞിട്ടായിരിക്കും ആ കറക്റ്റ് വെയിൻ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല പേഷ്യന്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കറക്റ്റ് വെയിൻ ഒക്കെ കണ്ടുപിടിച്ച് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ഇത് അതാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. കാനുലേഷൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ മോർഫിൻ, ഓക്കെ, ആൻഡ് വിത്ത് ദ എബിലിറ്റി ടു അഡ്മിനിസ്ട്രേറ്റ് എ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ പോലുള്ള വേദന സംഹാരികള് അത് നൽകാനുള്ള കഴിവുള്ള വ്യക്തിയാണ് പാരാമെഡിക്സ്. മോർഫിൻ പോലുള്ള വേദന സംഹാരികള് നൽകാനുള്ള കഴിവുള്ള ഒരു വ്യക്തി. പിന്നെ നെക്സ്റ്റ് വരുന്നത് ട്രക്കിയൽ ഇൻക്യുബേഷൻ. അതായത് നമ്മള് ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് നമ്മുടെ മൗത്തിൽ കൂടെയോ അല്ലെങ്കിൽ നോസിൽ കൂടെ ഇടും, ട്രക്കിയയിലേക്ക് ഇടും. അത് എന്തിനു വേണ്ടിയിട്ടാ? ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മൗത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു നോസിൽ കൂടെയൊക്കെ ഈ ഒരു ട്യൂബ് ട്രക്കിയയിലേക്ക് കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഡെലിവർ എയർ ഓർ ഓക്സിജൻ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ട്രക്കിയൽ ഇൻക്യുബേഷൻ കൊടുക്കാൻ ഒക്കെ കഴിവുള്ളതായിരിക്കണം. ആൻഡ് ദ അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി. ഇതൊരു പുതിയ ഇതാണ്, ക്രൈക്കോതൈറോട്ടമി. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മൂക്കിലൂടെ ബ്രീത്തിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഈ തൊണ്ടയില് ഒരു ഹോൾ ഉണ്ടാക്കും. തൊണ്ടയിലൂടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു എക്യുപ്മെന്റ് ചെയ്യും ഇതിന് വേണ്ടിയിട്ടുള്ളത്.
അപ്പൊ നമ്മൾ ചിലർക്കൊക്കെ ഈ ഇങ്ങനെ കിടപ്പാവുന്ന പേഷ്യൻസിനൊക്കെ കുറെ നേരം കിടക്കുമ്പോ ഇങ്ങനെ തൊണ്ടയിൽ കഫം നിറയൂലേ വന്ന്. അപ്പൊ അത് ഇങ്ങനെ അവർക്ക് എനിക്ക് തുപ്പിക്കളയാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ കഫം നിറയുമ്പോൾ അത് സക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഒരു ഇതാണ് ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കാനുലേഷൻ, പിന്നെ അതുപോലെ ട്രക്കിയൽ ഇൻക്യുബേഷൻ ആൻഡ് ക്രൈക്കോതൈറോട്ടമി. ഇത് മൂന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? കാനുലേഷൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വെയിൻ കണ്ടുപിടിക്കുക, കറക്റ്റ് വെയിൻ കണ്ടുപിടിച്ച് അതിലേക്ക് കുത്തുന്നതാണ് കാനുലേഷൻ എന്ന് പറഞ്ഞാൽ ക്യാനുൾസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യണ്ടല്ലോ, അപ്പൊ അതിലേക്ക് നമ്മൾ കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെയാണ് നമുക്ക് പിന്നെ വരുന്നതാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ. ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഒക്കെ നമ്മൾ നോസിൽ കൂടെയോ മൗത്തിൽ കൂടെയോ ഒക്കെ ആ ട്യൂബ് കടത്തിവിട്ട് ട്രക്കിയയിലേക്ക് കടത്തി വരും. പേഷ്യന്റിന് എന്തിനു വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് പിന്നെയാണ് ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. ക്രൈക്കോതൈറോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മള് ഈ മൂക്കിലൂടെയൊക്കെ ശ്വാസം വിടാനൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഈ തൊണ്ടയില് ഒരു ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് അവിടെ ഒരു മെഷീൻ വെക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഇങ്ങനെ കിടപ്പായിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഈ കഫമൊക്കെ ഇങ്ങനെ തൊണ്ടയിൽ വന്നു നിറയുമ്പോൾ അതിങ്ങനെ സക്ക് ചെയ്ത് എടുക്കാനൊക്കെ ഇതിൽക്കൂടെ സഹായിക്കും. ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഉള്ളവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഡോക്ടറിനെയും നേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവര്, അവരെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ വർക്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവര്. ഡോക്ടറും നേഴ്സും അല്ലാതെയൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് ഡോക്ടറിനെ നേഴ്സിനെയൊക്കെ അവരുടെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എമർജൻസി കെയർ പ്രാക്ടീഷൻ. ഓക്കെ, ഫസ്റ്റിലേക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നേ. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. നോക്കിയേ, ഇതെല്ലാം എന്താ ഇതിന്റെ കൂടുതലായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾ അതിനകത്ത് വരുന്നത് ക്രൂയിങ്ങില് വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, നമുക്കൊന്ന് വായിച്ചൊന്ന് പറഞ്ഞു പോയാൽ മതി. എമർജൻസി കെയർ പ്രാക്ടീഷണർ. ദിസ് position is outlined to bridge the link between ambulance care and the care of a general practitioner. ECP, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ECP. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാരാമെഡിക്സിനെ പോലെ തന്നെയുള്ളത് തന്നെയാണ്. എപ്പോഴും ഈ എമർജൻസി കെയർ പ്രാക്ടീഷണറും ഹോസ്പിറ്റലിലെ ഡോക്ടറും തമ്മിൽ ഒരു ലിങ്ക്, ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ടായിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒരു പാരാമെഡിക്സിനെ പോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ളതാണ്. ECPs ആർ ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ്. മെഡിക്സിനെ പോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ളതാണ്. ഒരു പക്ഷെ നമ്മള് പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി എന്താ ട്രെയിനിങ് കിട്ടിയവരാണെന്ന് വേണമെങ്കിൽ പറയാം. പാരാമെഡിക്സിനെ പോലെ തന്നെയാണെങ്കിലും പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. who have gone through further training and are trained to decide medicine for longer period care, such as antibiotics, as well as being trained in a range of additional diagnostic tests. അടുത്ത നോക്കിയേ, എമർജൻസി കെയർ പ്രാക്ടീഷണർ അല്ലെ, ECPs. അപ്പൊ അവര് നമ്മള് പാരാമെഡിക്സിനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞെങ്കിലും പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി എന്താ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ കൂടുതൽ ഇങ്ങനെ കെയർ കൊടുക്കുന്ന കേസുകളിലൊക്കെ നമുക്ക് എമർജൻസി കെയർ പ്രാക്ടീഷണറുടെ ഒരു സർവീസ് ആവശ്യമായിട്ട് വരാം. അപ്പൊ അവർക്ക് ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ, അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ആന്റിബയോട്ടിക്സ് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് അറിയുന്നവരായിരിക്കണം. കൂടുതൽ ട്രെയിനിങ്ങിലൂടെ പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ,
ആന്റിബയോട്ടിക്സ് പോലുള്ള ലോങ്ങർ പീരീഡ് കെയറിന് വേണ്ടിയിട്ടുള്ള ഈ മെഡിസിൻസ് നിർദ്ദേശിക്കാൻ കഴിവുള്ളവരാണ്. അഡീഷണൽ ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റുകളൊക്കെ അറിഞ്ഞിരിക്കണം. എമർജൻസി കെയർ പ്രാക്ടീഷണർ അവർക്ക് പാരാമെഡിസിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. പിന്നെ 9ാമത്തെ പറയുന്ന ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റ് ഉള്ളത്. ആർ നോൺ ആസ് physician associate in some countries, and it is also physician assistant is also known as physician associate in some countries. സാധാരണ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ കാണുക. നമ്മുടെ ഇവിടെ ഒന്നും അധികം അല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഫിസിഷ്യൻ അസിസ്റ്റൻസുകൾ കാണുന്നത്. APS mirror the practice of a physician and are able to provide the range of medical skills a physician provides. അപ്പൊ നമ്മൾ ഈ ഫിസിഷ്യനെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നില്ലേ, PA, അതുപോലെ ഇതുള്ളതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ. ആർ ഏബിൾ ടു പ്രൊവൈഡ് ദ റേഞ്ച് ഓഫ് മെഡിക്കൽ സ്കിൽസ് ഇൻ ഫിസിഷ്യൻ പ്രൊവൈഡേഴ്സ്. അപ്പൊ ഇത് എന്താ പറയാ, നമ്മൾ ഈ ഡോക്ടേഴ്സിനെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഏത് മെഡിസിൻ കൊടുക്കണം, പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ ഹിസ്റ്ററി എന്താണ് എന്നൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരാളാണ്. പേഷ്യന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. ഡോക്ടറിന്റെ PA എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇവര് നേരിട്ട് എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇവര് മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ കൈമാറുന്നത്. They normally work in dissociation with the physician through in an ambulance environment. This may not be possible. Instead, advanced direction or electronic communication is available to PAs to consult with the physician when the need. അപ്പൊ എന്താ പറയുക, PA ഡോക്ടർ നമ്മൾ നേരിട്ട് കാണുന്നില്ല, അതിന് പകരം അവര് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഈ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ആണ് ഫിസിഷ്യൻ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ, ഡോക്ടർ തന്നെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഡോക്ടർ മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്, most notably the air ambulance, with a full range of additional skills such as the use of prescription medicine. ഇപ്പൊ നിങ്ങൾ നോക്കി എയർ ആംബുലൻസിൽ, അപ്പൊ അവിടെ പോണ വഴിക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റലൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെ എന്തായാലും നിർബന്ധമായിട്ട് ഒരു ഫിസിഷ്യൻ വേണം. അങ്ങനെയുള്ള അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ പേഷ്യൻസിന്റെ എന്താണോ പേഷ്യൻസിന്റെ സ്റ്റേറ്റ് അതനുസരിച്ചുള്ള ഡോക്ടർ എപ്പോഴും എയർ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. എന്നുവെച്ചാൽ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മാർഗത്തിലില്ല. നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താ ഒരു ഇടയ്ക്ക് നമുക്ക് ഡോക്ടറിനെ ആണെങ്കിൽ കാണാം. എയർ ആംബുലൻസിൽ അങ്ങനെ പറ്റില്ല. അവിടെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നമുക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് അനുസരിച്ച് അതിന് അനുയോജ്യമായിട്ടുള്ള ഡോക്ടർ ഏത് ഇതാണോ കണ്ടീഷൻ ആണോ എന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു ഡോക്ടർ നിർബന്ധമായിട്ടും ഈ എയർ ആംബുലൻസിൽ വേണം. ഡോക്ടർ മേ ബി പ്രസന്റ് ഇൻ ദ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ് ആണ് ഫിസിഷ്യൻ. ഡോക്ടർ തന്നെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിവിടെ എയർ ആംബുലൻസിന്റെ കാര്യമാണ് പറയുന്നത്. എന്തായാലും എയർ ആംബുലൻസിൽ ഒരു ഫിസിഷ്യൻ വേണം. ഇത്രയാണ് നമ്മൾ ക്രൂയിങ്ങിൽ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരുപാട് അതിന്റെ ഉള്ളിൽ നിന്ന് കയറിയ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാറില്ല. ആദ്യത്തെ ഭാഗമൊക്കെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ്, ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ആംബുലൻസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ അനുസരിച്ച് പറഞ്ഞു. അങ്ങനെയുള്ളതൊക്കെ പറയും. 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. എന്ന് വെച്ചാൽ അത് ഒഴിവാക്കാനല്ല പറയുന്നത്, എങ്കിലും അതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. മോക്ക് ടെസ്റ്റിലാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇട്ടേണ്ട. അപ്പൊ അത് മോക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ അതിന്റെ ആ എക്സ്പാൻഡഡ് ഫോമുകൾ CPR, AED അങ്ങനെയുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് CPR എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് നോക്കണം.
അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാനൊന്ന് സിമ്പിളുമായിട്ട് ഒന്ന് വേഗം ഒന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ ഒരു സീനിൽ ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി. അപ്പൊ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് കഴിവുള്ള സ്കില്ലുള്ള ആളായിരിക്കണം. CPR ഇനി CPR കൊടുത്തിട്ടും റെസ്പോണ്ട് ചെയ്തില്ലാത്ത കേസുകളാണെങ്കിൽ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അറിയുന്ന ഒരു ആളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോ നമ്മള് ഈ ആംബുലൻസ് സർവീസിന്റെ കൂടെ തന്നെ നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടറെ അയക്കാം. ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവം നടന്ന അങ്ങോട്ടേക്ക് സീനിന്റെ അങ്ങോട്ടേക്ക് ആംബുലൻസ് സർവീസിന്റെ കൂടെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടറെ അയക്കാം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് കഴിവുള്ള ഒരു സ്കില്ലുള്ള ആള്. ഇനി ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞു വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അവർക്കിടെ ഇതെന്താ, സിംപ്ലി വെഹിക്കിള് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്തിനകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ അതിനകത്ത് ഈ 1-2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ. അപ്പൊ ഡ്രൈവറിന് ഹോസ്പിറ്റലുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഈ റേഡിയോ, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഈ 2-വേ റേഡിയോ ഇല്ലേ, 2-വേ റേഡിയോ പോലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യാനൊന്ന് അറിയണം. പിന്നെ അതുപോലെ മെഡിസിൻസ് ഒക്കെ എവിടെയാണ് ഈ ആംബുലൻസിൽ വെച്ചേക്കുന്നത്, സ്റ്റോർ ചെയ്തേക്കുന്നത്, ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, യൂസ് ചെയ്യേണ്ടത് എന്താണെന്നൊന്നും അറിയണ്ട. മെഡിസിൻസ് ഒക്കെ എവിടെയാണ് വെച്ചേക്കുന്നത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആംബുലൻസ് ഡ്രൈവ് ചെയ്യാൻ അറിയണം. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനുള്ള എക്യുപ്മെന്റ്സുകളൊന്ന് ഹാൻഡിൽ ചെയ്യണം. ഈ 2-വേ റേഡിയോ പോലുള്ള മെസ്സേജ് കൊടുക്കുന്ന അത് എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ എവിടെയാണ് ആംബുലൻസിൽ വെച്ച് സ്റ്റോർ ചെയ്തേക്കണം എന്നുള്ളത് അറിയണം. ഇത് 2 ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് സെക്കൻഡും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. അത് നമ്മൾ പേര് കേട്ടാൽ തന്നെ അറിയാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എങ്ങനെയാണ് നമ്മള് ഒരു പേഷ്യന്റിനെ നമ്മള് നോൺ എമർജൻസി ആണ്. അപ്പൊ പേഷ്യൻസിനെ എങ്ങനെ മൂവ് ചെയ്യിക്കണം, ഇപ്പൊ സ്ട്രക്ചർ ചെയ്യുന്നോ വീൽചെയർ ചെയ്യുന്നൊക്കെ പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അവിടെ എങ്ങനെ കയറ്റണം, അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് എടുക്കണം, പേഷ്യന്റിനെ എങ്ങനെ മൂവ് ചെയ്യിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതിയാവും. അദ്ദേഹം ഈ ചെറിയൊരു, ഇപ്പൊ ഞാൻ ഒപ്പം പറയണ്ടേ, ചെറിയൊരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. AED നമ്മൾ പറഞ്ഞല്ലോ, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേഷൻ. പിന്നെ അതുപോലെ തന്നെ ലൈഫ് സേവിങ് ഓർ പാലിയേറ്റീവ് സ്കിൽസുകൾ അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ പറഞ്ഞു അതങ്ങനെയാണെങ്കിൽ പോലും അവരൊരു ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ പ്രസൻസിൽ, ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ പാരാമെഡിക്സിന്റെയോ ഒക്കെ പ്രസൻസിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്തെങ്കിലാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് മറ്റ് യൂണിറ്റിൽ നിന്നും നമുക്ക് ലഭ്യമല്ലാത്തപ്പോൾ ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ പ്രസൻസിൽ എമർജൻസി കവർ അവർക്ക് വേണമെങ്കിൽ നൽകാം. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ. അപ്പോ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. ഈ എമർജൻസി കെയർ കൊടുക്കുന്ന ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എമർജൻസി കെയർ കൊടുക്കുന്ന ആളുകളെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആണ് അതിനകത്ത് വരുന്നത്. എമർജൻസി കെയർ, their job is to help the technician or paramedics. അവരുടെ ജോലി എന്താ? ഹെൽപ്പ് ചെയ്യുക, ടെക്നീഷ്യനെ പാരാമെഡിക്സിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുക. their job is to help the technician or paramedics. ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിനെയോ ഒക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. Okay, and they are working with the carry out their duties such as the making of medications,
പിന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ, ഒരു അടിസ്ഥാന നിരീക്ഷണം, അത്രയൊക്കെ ഇതിനകത്ത് മതിയാവും. പിന്നെ അടുത്താണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇത് വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി സ്കില്ലുകൾ കഴിവുള്ള ആളുകളായിരിക്കും. എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, എമർജൻസി കേസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? എമർജൻസി കെയർ സ്കിൽസ്, ഡിഫിബ്രിലേഷൻ, സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, ബ്ലീഡിംഗ് കൺട്രോൾ, സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ, ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻ ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, പിന്നെയാണ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ക്രിട്ടിക്കൽ കെയർ കൊടുത്തു പോകേണ്ട കേസുകളിലൊക്കെ ഒരു നേഴ്സിന്റെ സർവീസ് ആംബുലൻസിൽ നിർബന്ധമായിട്ട് വേണമെന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെയാണ്, നിയോണറ്റൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന അതിനകത്ത് ഒരു നേഴ്സിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ സർവീസ് ആംബുലൻസിൽ ആവശ്യമായിരിക്കും. Nurse may be also work on ambulance for critical care transport. Okay. ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കാര്യത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പാരാമെഡിക്സിന്റെ സ്ഥാനത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് തന്നെ വേണ്ടി വരാം. ഓക്കെ, ഇനി അടുത്താണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഡോക്ടേഴ്സിനെയും അതുപോലെ നേഴ്സിനെയൊക്കെ വർക്കിന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അതിൽ അവർക്ക് ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ ടെക്നീഷ്യൻസിന് അനുവദനീയമല്ലാത്ത സമയത്ത് ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കാൻ, കാനുലേഷൻ, പിന്നെ അതുപോലെ തന്നെ മോർഫിൻ പോലുള്ള മരുന്നുകള്, ട്രക്കിയൽ ഇൻക്യുബേഷൻ, പിന്നെ ക്രൈക്കോ തൈറോട്ടമി, ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിവ് ഉള്ള സ്കിൽഡ് ഉള്ള ആളുകളാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എട്ടാമത്തെ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി ഒരു സ്കിൽഡ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ. ഓക്കെ, പിന്നെ അടുത്താണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഇത് നമ്മൾ ഇവിടെയല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് സാധാരണയായിട്ട് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിസിഷ്യൻ അസോസിയേറ്റ് ഇൻ ഫിസിഷ്യൻ അസോസിയേറ്റ് ഇൻ സം കൺട്രീസ്. അസോസിയേറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ഓക്കെ, അതിനകത്തൊക്കെ വരുന്ന പിന്നെ അവര് തമ്മിൽ ഡയറക്റ്റ് ഒരു ഡോക്ടറും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് തമ്മിലും ഡയറക്റ്റ് ഒരു കണക്ഷൻ അല്ല. അവര് ഏതാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇത് അവരുടെ ഇതൊക്കെ കൊടുക്കുന്നത്. ഇനി അടുത്താണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് ഫിസിഷ്യൻ. അത് പ്രത്യേകിച്ച് എയർ ആംബുലൻസിൽ നമ്മളൊരു ഫിസിഷ്യൻ വേണം. അവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ ആ ഒരു മാർഗത്തിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പേഷ്യൻസിന്റെ ഇതനുസരിച്ച് തന്നെ അഡ്വാൻസ്ഡ് ലെവൽ കെയർ അനുസരിച്ച് തന്നെ നമുക്ക് ഒരു ഡോക്ടർ നിർബന്ധമായിട്ടും വേണം, എയർ ആംബുലൻസിൽ വേണം. ഇതൊന്ന് വേഗം നോക്കി, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒന്നുകൂടി പറയണോ എന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്യണേ. വായിച്ചു നോക്കട്ടെ. അത്രയും ഒന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം. എനിക്ക് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയൂ കേട്ടോ. എന്നാണ് അതിന്റെ ഡേറ്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിക്കും. അതൊന്നും ആരും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ എക്സാമിനെ കുറിച്ച് ആരും വേവലാതിയൊന്നും വേണ്ട, ഒക്കെ എളുപ്പമൊക്കെ ആയിരിക്കും. ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് തന്നേക്കുന്നേ
ഈ ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, അത് നന്നായിട്ട് പഠിക്കാം. പിന്നെ അഡീഷണൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലും ഇതിലൊക്കെ കൂടുതൽ ഇടുന്നത്. അപ്പൊ അതും ഉണ്ട്. അപ്പൊ എന്താ, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആണെങ്കിൽ എക്സാമിന്റെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ റിവിഷൻ കാര്യങ്ങളൊക്കെ തരും, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയത്ത് കിട്ടും. അതുകൊണ്ട് ഇപ്പോഴേ ആരും എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്നാന്നുള്ളത് അറിയിക്കും കേട്ടോ. അതേ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിയും. നമുക്ക് ക്ലാസ്സിലാണെങ്കിലും നമുക്ക് റിവിഷൻ 1-2 ചാപ്റ്റർ വെച്ച് റിവൈസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കണമെങ്കിൽ അത് നോക്കാം, കുഴപ്പമില്ല. ഓക്കെ, മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും കേൾക്കുവാണെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. മാക്സിമം നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ആഗ്രഹം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടും ചെയ്തു തരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ ഈ ഒരു നിങ്ങളുടെ മെയിൻ നോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രിന്റഡ് നോട്ടാണ്. അപ്പൊ അത് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് അല്ലേ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. കറക്റ്റ് ആൻസർ മാത്രം നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. നമ്മൾ ഫുള്ളായിട്ട് കാണാതെ പഠിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും വേണ്ടല്ലോ. essay ക്വസ്റ്റ്യനോ ഷോർട്ട് ആൻസറോ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാമല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. 19 ആക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യും. എല്ലാവരും നോട്ട്ബുക്ക് എടുത്താ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം പഠിച്ചു പോവുക. ഇതിനു വേണ്ടി എക്സ്ട്രാ ടൈം ഒന്നും കളയണ്ട. ഈ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. The term ambulance, the term ambulance, the term ambulance, the term ambulance comes from, the term ambulance comes from, the term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. Okay, very good. Ambulare. A-M-B-U-L-A-R-E. Ambulare. The term ambulance comes from the Latin word ambulare. Meaning എന്തായിരുന്നു? To walk or move about. To walk or move about. എഴുതണ്ട. Okay. Okay, next question. Expand EMS. EMS. Expand EMS. Expand EMS. Emergency Medical Service. Okay, very good. Emergency Medical Service. Emergency Medical Service. Next, which of the following type of ambulance, which of the following type of ambulance, which of the following type of ambulance is used to transport, which of the following type of ambulance is used to transport
used to transport a great number of patients. A great number of patients. A great number of patients. GREAT, great number of patients. Okay. ഏതാണ് ഒത്തിരി ആളുകളെ നമ്മൾ പറഞ്ഞില്ലേ അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞ് 10-15 പേരെ ഒരുമിച്ച് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആംബുലൻസ് ബസ്. ഓക്കെ, ആംബുലൻസ് ബസ്. Next question. Which of the following ambulance is used to which of the following ambulance is used to transport which of the following ambulance is used to transport overweight patients? Overweight patients. Overweight, okay, very good. Bariatric ambulance. Overweight ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് bariatric ambulance. Bariatric ambulance. Bariatric ambulance. Next question. Based on the level of care, based on the level of care, road ambulance, based on the level of care, road ambulance classify into dash groups. Classified into dash. Based on the level of care, road ambulance classify into dash. എത്ര ടൈപ്പാ? 3 ഉള്ളോ? 4 ടൈപ്പ് ഇല്ലേ? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ലെവൽ ഓഫ് കെയർ നമുക്ക് തരുന്ന കെയർ അനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ ലെവൽ അനുസരിച്ച് റോഡ് ആംബുലൻസിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ടൈപ്പ് എ ഉണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്പ് എയിലേക്ക് വരുന്നത് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, ടൈപ്പ് ബിയില് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിള്, ടൈപ്പ് സിയില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ടൈപ്പ് ഡിയില് വരുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. In which of the following type of road ambulance, in which of the following type of road ambulance is comes under basic life support ambulance? Which of the following type of road ambulance comes under basic life support ambulance? Type A, type B, type C, type D. ഏതാണ്? ടൈപ്പ് സി ആണ് കേട്ടോ, ടൈപ്പ് സി. Next question. Advanced life support ambulance. Advanced life support ambulance, also known as advanced life support ambulance,
also known as dash. ഇതാണ് also known as dash. ആണ് cardiac care ambulance. Okay. Cardiac care ambulance. Cardiac care ambulance. Next. A machine used to resume, R-E-S-U-M-E, resume the heart. A machine used to resume the heart. Resume the heart. Defibrillate. ഏതാണ് മെഷീൻ? ഡിഫ്രിബിലേറ്റർ. ഓക്കെ, ഹാർട്ട് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഡിഫ്രിബിലേറ്റർ. അത് സെയിം ഇതുപോലെ തന്നെയാണ്. ശ്രദ്ധിച്ചേ, അടുത്ത ക്വസ്റ്റ്യൻ. The machine used to keep a check on the heart rate. Check on the heart rate of a person. A machine used to check the heart rate. Heart rate check ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ECG. ഓക്കെ, 2-3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം കേട്ടോ. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസുകൾ അല്ല, നിങ്ങളുടെ പ്രിന്റ് തന്നേക്കുന്ന നോട്ട്സ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചോ കേട്ടോ. നെക്സ്റ്റ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ പ്രിന്റ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ 2-3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഹാർട്ട് റേറ്റ് of person. The machine used to keep the heart rate, the check on the heart rate of a person. Okay, next class കാണാം കേട്ടോ. അപ്പൊ ബാക്കിയിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Thank you, ma'am.